ആലപ്പുഴയിൽ 16-കാരിയെ ലൈംഗിക പീഡനത്തിനിരയാക്കിയ കേസിൽ പിതാവും ബന്ധുക്കളും അറസ്റ്റിലായത് പെൺകുട്ടിയുടെ പിതാവിന്റെ അടുത്ത ബന്ധുക്കളായ 2 പേരുമാണ്. ഒരാൾക്കായി പോലീസ് അന്വേഷണം തുടരുകയാണ്. 8-ാം വയസ്സിൽ അമ്മയുടെ സഹോദരന്റെ അതിക്രമത്തിനിരയായ കുട്ടിക്ക് നേരെയാണ് പിതാവിന്റെയും അടുത്ത ബന്ധുക്കളുടെയും കൊടും ക്രൂരത. ശരണ്യ സ്നേഹജൻ വിവരങ്ങൾ പങ്കുവെക്കുകയാണ്. ശരണ്യ, ഈ വിവരം ഇപ്പോഴാണ് പുറത്തു വരുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇത്ര വർഷങ്ങളായി കൊടിയ പീഡനം നടക്കുകയാണ്. മറ്റെന്തൊക്കെയാണ് വിവരങ്ങൾ? രഞ്ജിത്ത്, ആലപ്പുഴ സ്വദേശിയായ പെൺകുട്ടിക്കാണ് ഇത്തരത്തിലൊരു ക്രൂരമായ പീഡനത്തിന് ഇരയാകേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ആ കുട്ടി ഇതിനു മുമ്പ് അമ്മയുടെ സഹോദരന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ ലൈംഗിക അതിക്രമത്തിന് ഇരയായ പെൺകുട്ടിയാണ്. അതിനുശേഷം CWCയുടെ സംരക്ഷണയിലായിരുന്നു ഈ കുട്ടി ഉണ്ടായിരുന്നത്. അച്ഛനും അമ്മയും തമ്മിൽ വിവാഹബന്ധം വേർപെടുത്തിയവരാണ്. പിന്നീട് ഈ പ്രശ്നങ്ങൾക്ക് ശേഷം ഈ കുട്ടിയെ പിതാവ് ഏറ്റെടുക്കുകയും കുട്ടി പിതാവിനോടൊപ്പം നിൽക്കുകയും ചെയ്തൊരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അതിനുശേഷമാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ഞെട്ടിക്കുന്ന സംഭവം പുറത്തു വന്നിരിക്കുന്നത്. പിതാവിന്റെ മറ്റ് അവർ സംബന്ധിച്ച വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമായിട്ടില്ല. പിതാവിന്റെ ബന്ധുവും ഉൾപ്പെടെ 4 പേർ ഈ കുട്ടിയെ ലൈംഗിക അതിക്രമത്തിന് വിധേയരാക്കിയിട്ടുണ്ട് എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇവരെ പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല റിമാൻഡ് ചെയ്യുകയും ചെയ്തു. ഇതിനകത്ത് ഒരാൾ ഒളിവിലാണ്. അയാൾക്കുള്ള തിരച്ചിൽ തുടരുന്നു എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത്. മറ്റ് വിശദാംശങ്ങൾ, ചെറിയ കുട്ടിയാണ്, അതുകൊണ്ട് തന്നെ ഈ കുട്ടി ഒരു സുഹൃത്തിനോട് വിവരം പങ്കുവച്ചതിനെ തുടർന്നാണ് ഈ കാര്യങ്ങൾ പുറത്തേക്ക് വരികയും ഒപ്പം തന്നെ പോലീസ് അതിനകത്ത് നടപടികളിലേക്ക് കടക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഈ കുട്ടിയിൽ നിന്ന് മറ്റ് വിശദാംശങ്ങൾ തേടുകയാണ്. പിതാവിൽ നിന്നും ഒപ്പം തന്നെ ബന്ധു അടക്കമുള്ള ആളുകളിൽ നിന്നുമാണ് ഇത്തരത്തിലൊരു ക്രൂരമായ സംഭവം ആലപ്പുഴയിൽ ഉണ്ടായിരിക്കുന്നത്. ശരി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.